ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ഉപകാരപ്പെടുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഏതാണ്? അതായത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും പണം പോകരുത്, ഏറ്റവും മികച്ച ഫെസിലിറ്റി തന്നെ നമുക്ക് കിട്ടണം, ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ് ക്ലെയിം നിരസിക്കരുത്. ഇത് കണ്ടുപിടിക്കാൻ ശരിക്കും 5 മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും മികച്ചത് ഒരേ കമ്പനിയോ ഒരേ പ്ലാനോ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത കമ്പനിയും പ്ലാനും അങ്ങ് നേരിട്ട് പറഞ്ഞു തന്നാൽ പോരെ? എന്തിനാ ഇത്രയും കമ്പനികളൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് ഏറ്റവും മികച്ചത് ഓരോരുത്തർക്കാണ് എന്ന് കണ്ടുപിടിക്കുന്നത്? അതുകൊണ്ട് തന്നെ പ്രായം അനുസരിച്ച്, നമുക്കുള്ള അസുഖങ്ങൾക്കനുസരിച്ച്, നമ്മൾ ജീവിക്കുന്ന ജില്ല അനുസരിച്ച്, നമുക്ക് വേണ്ട ഫീച്ചറുകൾക്കനുസരിച്ചെല്ലാം മികച്ച കമ്പനി എന്നത് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനും മികച്ച പ്ലാൻ അല്ലെങ്കിൽ കമ്പനി നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. മുന്നേ ചെയ്ത വീഡിയോകളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഡീറ്റെയിൽഡായി എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതുപോലെ ആ കാര്യങ്ങൾ ഞാനിന്ന് പറയാം. ഒരുപാട് കുടുംബങ്ങളെ അസുഖങ്ങൾ തകർത്ത് കളയുന്നുണ്ട്. ചെറിയ അസുഖങ്ങളാണെങ്കിൽ 10,000-ങ്ങളിലൊക്കെ നിൽക്കുന്നതാണ്. എന്നാൽ വലിയ ആക്സിഡൻറ്റുകൾ, ക്യാൻസർ, ഹൃദയരോഗം, കരൾ രോഗം, കിഡ്നി പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ളതെല്ലാം വിറ്റ് വെറുക്കേണ്ടി വരും. അതിലും എത്രയോ നല്ലതാണ് വളരെ ചെറിയൊരു കാശിന് ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത്. നമ്മൾ വാട്സപ്പിലൊക്കെ ധാരാളം മെസ്സേജുകൾ കാണാറുണ്ട്, ഈ കുടുംബത്തിനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവർക്കുള്ളതെല്ലാം ശരിക്കും വിറ്റ് പെറുക്കി കടം വാങ്ങാവുന്നവരോട് മുഴുവൻ കടം വാങ്ങി പിന്നെ കടം കിട്ടാത്ത ഒരവസ്ഥ വരുന്ന സമയത്താണ് പലരും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വാട്സപ്പ് വഴിയൊക്കെ നമുക്ക് അയച്ചു തരുന്നത്. അല്ലാതെ സ്വന്തം കുടുംബത്തിൻ്റെ ചിത്രമൊന്നും വെച്ച് ആരും മെസ്സേജ് ഇടാറില്ല. അതുകൊണ്ട് ഇനി ആർക്കും ഇങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കാൻ നമ്മൾ എത്രയും പെട്ടെന്ന് മികച്ചൊരു ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ കണ്ടെത്തി ഉടനെ തന്നെ എടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല സാമ്പത്തിക ഉത്തരവാദിത്തമുള്ളവർ മാത്രം കാണാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ അയച്ചു കൊടുക്കാതെ ഈ വീഡിയോ സാധാരണക്കാരനിലേക്ക് എത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. നമുക്ക് യോജിച്ച ഏറ്റവും ഉപകാരപ്രദമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ കണ്ടെത്താം. ആരോഗ്യ ഇൻഷുറൻസുകൾ നമ്മൾ ഏജന്റ് വഴി എടുത്താലും, കമ്പനികൾ വഴി എടുത്താലും, അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമുകൾ വഴി എടുത്താലും പോളിസി നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് അതാത് ഇൻഷുറൻസ് കമ്പനികളാണ്. അതുകൊണ്ട് ഏത് വഴി എടുത്താലും കുഴപ്പമില്ല. എങ്കിലും 25% വരെ ഓൺലൈൻ ഡിസ്കൗണ്ടോടെ 51ഓളം കമ്പനികളെ ഒറ്റ സ്ക്രീനിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പ്രവാസികളാണെങ്കിൽ ഈ 25% വരെ ഓൺലൈൻ ഡിസ്കൗണ്ടിന് പുറമെ 18% GST വെയ്വറും ലഭ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും യോജിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കമ്പനിയുടെ പ്ലാൻ ഇതുവഴി എടുക്കുന്നതായിരിക്കും ഏറ്റവും ലാഭം. ഇനി നമുക്ക് താരതമ്യം ചെയ്ത് മികച്ച പ്ലാൻ കണ്ടെത്താം. അതിനുവേണ്ടി കമൻറ്റിൽ കൊടുത്ത ലിങ്ക് ചെക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ആർക്കൊക്കെ വേണ്ടിയാണ് എടുക്കുന്നത്, അവരുടെ പ്രായം എത്രയാണ്, നമ്മുടെ പിൻകോഡ്, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ നിലവിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വിട്ടാൽ മതി. വിവിധ കമ്പനികളുടെ വിവിധ പ്ലാനുകൾ നമുക്ക് ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി ഇതിൽ ഒന്നിലധികം കമ്പനികളെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ ഓരോന്നും സെലക്ട് ചെയ്ത് കമ്പയർ ഓപ്ഷൻ അടിക്കുക. കോളമായിട്ടൊക്കെ ഫീച്ചറുകൾ നമുക്ക് വായിച്ച് നോക്കാൻ എളുപ്പത്തിൽ പറ്റുന്നതാണ്. പിന്നെ 5 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ EMI സൗകര്യവും നമുക്ക് കാണാം. പിന്നെയും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ കോൾ ബാക്കിനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൂടാതെ വീട്ടിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് വന്ന് പ്ലാനുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഓരോ ദിവസം വൈകും തോറും നമ്മൾ വലിയ റിസ്ക്കിലാണ്. കാരണം എത്രത്തോളം വലിയ അസുഖമാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് എന്നോ എന്തെങ്കിലും അപകടങ്ങൾ നമുക്ക് സംഭവിക്കാൻ പോകുമെന്നോ നമുക്ക് അറിയില്ല. അതുകൊണ്ട് മുൻകൂട്ടി നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കണം. ഈ സ്ക്രീൻ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് പ്ലാനുകൾ കാണാം. 300-400 രൂപ മാസമടവിന് 1 കോടിയുടെ വരെ കവറേജ് ഉള്ള പദ്ധതികൾ ഇവിടെ ലഭ്യമാണ്. അതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളുടെ പ്ലാനുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ചീപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വില കുറവ് എന്ന് പറയുന്നത് ആവരുത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മാനദണ്ഡം. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയുടെ ഇൻഷുറൻസിന് 10 ലക്ഷം കവറേജ് ഉണ്ട്. അതേസമയം 8,000 രൂപയുടെ മറ്റൊരു ഇൻഷുറൻസിനും 10 ലക്ഷം തന്നെ കവറേജ് ഉണ്ട്. 2 കമ്പനിക്കും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ആളുകൾക്ക് താരതമ്യേന എടുക്കാൻ താല്പര്യം എന്തായിരിക്കും? 8,000 രൂപയുടെ ഇൻഷുറൻസ് ആണ്. കാരണം വർഷത്തിൽ 2,000 രൂപ ലാഭിക്കുകയാണ്. പക്ഷേ ഈ 2 ഇൻഷുറൻസുകളും 2 വ്യത്യസ്ത ആളുകൾ എടുത്തു. 2 പേർക്കും 10 ലക്ഷത്തിൻ്റെ ഒരു ക്ലെയിമിൻ്റെ ആവശ്യം വരികയാണ്. ഈ സമയത്തായിരിക്കും ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വില കുറഞ്ഞ ഇൻഷുറൻസിന് ഫീച്ചറുകൾ കുറവാണ് എന്ന കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ റൂം റെൻറ്റ് ലിമിറ്റ് ഉണ്ടാവാം, കോപ്പേ എന്ന് പറഞ്ഞ ക്ലോസ് ഉണ്ടാവാം, ഇനി അതും അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് കവേർഡ് ആയിരിക്കില്ല. ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് 10 ലക്ഷത്തിൻ്റെ ബില്ലിന് ഒരു പക്ഷേ 3-4 ലക്ഷം രൂപ മാത്രമായിരിക്കും ആ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നത്. ഇത് ഇൻഷുറൻസ് കമ്പനി പറ്റിക്കുന്നതാണോ? ഒരിക്കലുമല്ല. വില കുറഞ്ഞ ഇൻഷുറൻസിന് ആ ഒരു ഫീച്ചർ മാത്രമേ ഉള്ളൂ എന്ന കാര്യം
ഇവർ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇത് വായിക്കാതെ വില കുറവ് മാത്രം നോക്കിയിട്ടായിരുന്നു ഇദ്ദേഹം ഈ 8,000 രൂപയുടെ ഇൻഷുറൻസ് എടുത്തത്. അതേസമയം വെറും 2,000 രൂപയുടെ വ്യത്യാസത്തിൽ മാത്രം മറ്റേ ഇൻഷുറൻസിന് ഈ എല്ലാ ഫീച്ചറുകളും ഉണ്ട് താനും. അങ്ങനെയുള്ള സമയത്ത് 10 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നപ്പോൾ ഇദ്ദേഹത്തിന് 10 ലക്ഷം രൂപ തന്നെ ലഭിച്ചു. ഇനി അതും അല്ലെങ്കിൽ 9,90,000 രൂപ ലഭിച്ചു. ബാക്കി 10,000 രൂപയുടെ കാര്യങ്ങൾ ഒരുപക്ഷെ ഭക്ഷണമോ അത്തരത്തിൽ കവർ ചെയ്യാത്ത എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചിലവായതായിരിക്കാം. എങ്കിൽ പോലും 2,000 രൂപയുടെ വ്യത്യാസത്തിന് ഏതാണ്ട് 6 ലക്ഷത്തിൻ്റെ ലാഭമാണ് മികച്ച ഇൻഷുറൻസ് എടുത്ത ആൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചീപ്പ് എന്ന് പറയുന്നതാണോ നമ്മുടെ മാനദണ്ഡം? ഒരിക്കലും അല്ല എന്ന കാര്യം തിരിച്ചറിയുക. വില കുറവ് എന്നത് മാത്രമാവരുത് നമ്മുടെ മാനദണ്ഡം. നമുക്ക് ആവശ്യമായ ഫീച്ചറുകളെല്ലാം കവർ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതെല്ലാം കാര്യങ്ങൾ ഒരു നല്ല ഇൻഷുറൻസ് പോളിസിയിൽ ഉണ്ടായിരിക്കണം, അതെല്ലാം ചേർത്ത് മികച്ച കമ്പനി എങ്ങനെ കണ്ടെത്താം എന്ന കാര്യം എളുപ്പത്തിൽ മനസ്സിലാവും. രണ്ടാമത്തേത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റുമാണ്. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധമുള്ള ആശുപത്രികൾ ഉണ്ടാവും, അവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആശുപത്രികൾ. ഇത്തരം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ആയിട്ട് നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവനം ലഭ്യമാവുന്നതാണ്. നമ്മുടെ ഒരു ആശുപത്രിയിലേക്ക് പോകുന്നു, ഇൻഷുറൻസ് കാർഡ് അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ PDF അല്ലെങ്കിൽ ആ ഇൻഷുറൻസിൻ്റെ നമ്പർ നമ്മൾ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ അഡ്മിഷൻ സംഭവിക്കുന്ന സമയത്ത് പിന്നീട് നമ്മളോട് ഒരു പണം പോലും മേടിക്കുന്നതല്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രിയും തമ്മിൽ സെറ്റിൽ ചെയ്യും. നമുക്ക് 10 ലക്ഷത്തിൻ്റെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 10 ലക്ഷം അടച്ച് പിന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്ത് അത് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് റീഇംബേഴ്സ്മെൻറ്റ് എന്നാണ് പറയുക. 10 ലക്ഷം പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ എടുക്കാനുണ്ടാവുമോ? സാധ്യത കുറവല്ലേ? അതുകൊണ്ട് ക്യാഷ്ലെസ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ എങ്ങനെ നമുക്ക് വേണ്ട ആശുപത്രികളിൽ ക്യാഷ്ലെസ് ഉണ്ടോ എന്ന് തിരിച്ചറിയും? വില കുറഞ്ഞ പോളിസി പോയി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വേണ്ട ആശുപത്രികളിൽ ക്യാഷ്ലെസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ ഫീച്ചറുകൾ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് എന്ന് തോന്നുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ആശുപത്രികളുടെ ലിസ്റ്റുകൾ അവിടെ കാണാം. അവിടെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന അല്ലെങ്കിൽ നമുക്ക് പോകാൻ താല്പര്യമുള്ള പ്രീമിയം ആയിട്ടുള്ള ആശുപത്രികളുടെ ലിസ്റ്റ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ സ്ഥലം അല്ലെങ്കിൽ പിൻകോഡ് കൊടുത്തത് ഓർമ്മയില്ലേ? ആ പിൻകോഡ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാഷ്ലെസ് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആശുപത്രികൾ ഉണ്ടാവും, 10,000 ആശുപത്രികൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ വീടിനടുത്തുള്ളതുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇവിടെ ടെക്നോളജി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പിൻകോഡിനനുസൃതമായിട്ട് നമ്മുടെ സ്ഥലത്തുള്ള ഏതെല്ലാം ആശുപത്രികളിൽ ക്യാഷ്ലെസ് കിട്ടുമെന്ന കാര്യം കാണിച്ചു. അപ്പോൾ ഒന്നാമത്തതിൽ നമ്മൾ നോക്കി നമ്മുടെ വീടിനടുത്ത് നമുക്ക് വേണ്ട ആശുപത്രികളിൽ ക്യാഷ്ലെസ് ഇല്ല. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഇൻഷുറൻസ് പോളിസി നമുക്ക് യോജിക്കുന്നതല്ല. ചിലപ്പോൾ മറ്റൊരാൾക്ക് യോജിക്കുന്നതായിരിക്കും, കാരണം അവർ പോകുന്ന ആശുപത്രികളിൽ ക്യാഷ്ലെസ് ഉണ്ടാവും, നല്ല ഫീച്ചറുകളും ഉണ്ട്. പക്ഷേ ഇതിൽ നല്ല ഫീച്ചറുകളുണ്ട്, പക്ഷേ നമ്മൾ പോകുന്ന ആശുപത്രികളിൽ ക്യാഷ്ലെസ് ഇല്ല. അതുകൊണ്ട് ഇത് നമുക്ക് യോജിച്ചതല്ല. ഇനി രണ്ടാമത്തേത് നോക്കുക. അങ്ങനെ 2-3 കമ്പനികൾ നോക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വീടിനടുത്ത് മികച്ച ആശുപത്രികളിൽ ക്യാഷ്ലെസ് സൗകര്യമുള്ള ഇൻഷുറൻസ് കമ്പനികളെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി എത്രയാണ് കവറേജ് വേണ്ടത്? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്പനികൾ നൽകുന്ന ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് നൽകുന്ന ഇൻഷുറൻസ് ഒന്നും പല സമയത്തും ആളുകൾക്ക് ഉപകാരപ്പെടാതെ പോകുന്നത് ഈ ഒരു കാര്യമുള്ളതുകൊണ്ടാണ്. ഇനഫ് ആയിട്ടുള്ള കവറേജ് ഉണ്ടാവില്ല. പൊതുവേ പറയാറുള്ളത് കുട്ടികളാണെങ്കിൽ മിനിമം 5 ലക്ഷത്തിൻ്റെ എങ്കിലും കവറേജ് അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കുറച്ച് മുതിർന്ന ആളുകളാണ്, എന്നാൽ 50 വയസ്സൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് കുറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10 ലക്ഷത്തിൻ്റെ എങ്കിലും കവറേജ് ഉണ്ടായിരിക്കണം. 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ 15 ലക്ഷത്തിൻ്റെ കവറേജാണ് പ്രിഫറബിൾ. എന്നാൽ ഇത് നോക്കുന്ന സമയത്ത് പ്രീമിയം കൂടുതലാണ്, എന്നെക്കൊണ്ട് അടയ്ക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വന്നാലോ? നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നത് പോലെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ആദ്യം അതിനുവേണ്ടി പണം മാറ്റിവെച്ച ശേഷം മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും നമ്മുടെ ആഘോഷങ്ങൾക്കും നമ്മൾ പണം മാറ്റിവെക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. എങ്കിലും ഇത്രയും പണം എൻ്റെ കയ്യിൽ അടയ്ക്കാനില്ല എന്ന് ഉറച്ച ബോധ്യം നമുക്ക് വരികയാണെങ്കിൽ കുറച്ച് പ്രീമിയം കുറവുള്ളതാണെങ്കിലും കുറച്ച് കവറേജ് കുറവുള്ളതാണെങ്കിലും എടുത്തു വെക്കുക. എന്തെങ്കിലും ഉള്ളതാണ് ഒന്നുമില്ലാത്തതിലും ഏറ്റവും നല്ലത്. അടുത്തതാണ് ഒരു മികച്ച ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്. ഇത് പല രീതിയിലുണ്ട്. എന്നാലും എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു 10 ലക്ഷത്തിൻ്റെ കവറേജ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എടുത്തു വെച്ചു എന്ന് വിചാരിക്കാം. ഒരാൾക്ക് ഒരു അസുഖം വന്നു, 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ ചിലവായി ആശുപത്രിയിൽ. പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് കമ്പനി അത് വഹിച്ചു, നമുക്ക് വലിയ ലാഭമായിട്ട് മാറി. പക്ഷേ പിന്നീട് ബാക്കിയുള്ളത് എത്രയാണ്? 3 ലക്ഷം രൂപ മാത്രമാണ്. ആ വർഷം മുഴുവൻ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെയുള്ള കവറേജ് 3 ലക്ഷം രൂപ മാത്രമാണ്. കഷ്ടകാലത്തിന് എന്തെങ്കിലും വലിയ അസുഖം ആർക്കെങ്കിലും വന്നാലോ? ഈ 3 ലക്ഷം രൂപയിൽ പുറത്തു വരുന്ന പണമെല്ലാം നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് നല്ലതാണോ?
ഒരിക്കലുമല്ല. അതേസമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ കവറേജ് ഉള്ള ഒരു പോളിസി എടുത്തു വെക്കാൻ പറ്റുമോ? അത് പറ്റില്ല, പ്രീമിയം കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസി എടുത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിഷന് ഇത്രയും പണം ചിലവായി കഴിഞ്ഞാൽ അത്രയും പണം വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് ആദ്യം പറഞ്ഞ കേസിൽ 10 ലക്ഷം രൂപയുടെ കവറേജ് ആണുള്ളത്. 7 ലക്ഷം രൂപ ഒരു ആശുപത്രി അഡ്മിഷന് ചിലവായി പോയിട്ടുണ്ട്. എന്നാൽ ഈ 7 ലക്ഷം രൂപ ആശുപത്രി അഡ്മിഷൻ കഴിയുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി വീണ്ടും ഫില്ല് ചെയ്യുന്നതാണ്. പിന്നെ വേറെ ആർക്കെങ്കിലും ആവശ്യം വന്നാൽ അവർക്ക് 10 ലക്ഷത്തിൻ്റെ തന്നെ കവറേജ് ലഭ്യമാവുന്നതാണ്. അതുകൊണ്ട് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഇല്ലാത്ത പോളിസിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ ഉടനെ അത് പോർട്ട് ചെയ്ത് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാനിലേക്ക് നിങ്ങളുടെ പോളിസിയെ മാറ്റേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് നിർബന്ധമാണ്. ഇനി ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് പല രീതിയിലുണ്ട്. പാർഷ്യലും ഉണ്ട്, കംപ്ലീറ്റും ഉണ്ട്. അതായത് 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് നമ്മുടെ കയ്യിലുള്ളത്, 7 ലക്ഷം രൂപയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചിലവാകുന്നത്. അപ്പോൾ പാർഷ്യലിയാണ് അത് പോയിട്ടുള്ളത്, പണം പോയിട്ടുള്ളത്. 10 ലക്ഷം രൂപ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. ഈ 10 ലക്ഷത്തിൻ്റെ കവറേജ് തീർന്നിട്ടില്ല എങ്കിലും 3 ലക്ഷം ബാക്കിയുണ്ടെങ്കിലും വീണ്ടും അത് റീഫില്ല് ചെയ്യുന്ന ഫീച്ചറിനെയാണ് ഈ പാർഷ്യൽ റീസ്റ്റോറേഷൻ എന്ന് പറയുക. പാർഷ്യൽ ആണെങ്കിലും അവർ റീസ്റ്റോർ ചെയ്യും. എന്നാൽ കംപ്ലീറ്റ് ആയാൽ മാത്രമേ, കംപ്ലീറ്റ് ആയിട്ട് ഇത് തീർന്നാൽ മാത്രമേ റീസ്റ്റോർ ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ 3 ലക്ഷം രൂപയാണ് ഇപ്പോൾ ആ പോളിസിയിൽ ബാക്കിയുള്ളത്. അപ്പോൾ അടുത്ത ഹോസ്പിറ്റൽ കേസിന് 8 ലക്ഷം രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ ഈ 3 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതാണ്. പിന്നീടുള്ള 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും തീർന്നു. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ കേസിന് മാത്രമാണ് ഈ 10 ലക്ഷം വീണ്ടും ഫില്ല് ചെയ്യുക. അപ്പോൾ കുറഞ്ഞ കവറേജാണ് തീരുന്നത് എങ്കിലും വീണ്ടും ഫില്ല് ചെയ്യുന്ന പാർഷ്യലായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ പോലും റീസ്റ്റോർ ചെയ്യുന്ന ഫീച്ചറാണ് ഏറ്റവും നല്ലത്. റീസ്റ്റോറേഷൻ ഫീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എടുക്കണോ? ഒരിക്കലും എടുക്കാൻ വേണ്ടി പാടില്ല. പാർഷ്യലായിട്ട് ഉപയോഗിച്ചാൽ പോലും റീസ്റ്റോർ ചെയ്യും എന്ന ഫീച്ചറാണ് നല്ല കാര്യം. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരേ അസുഖങ്ങൾക്ക് വീണ്ടും വീണ്ടും അഡ്മിഷൻ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹൃദയരോഗം നമുക്ക് വന്നു, ആ ഹൃദയരോഗത്തിന് ആദ്യം തന്നെ 8 ലക്ഷം രൂപ ചിലവായി, അപ്പോൾ 2 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. വീണ്ടും ഹൃദയരോഗത്തിന് അഡ്മിറ്റ് ആവുകയാണ്, അതിന് വീണ്ടും 8 ലക്ഷം രൂപ ചിലവായി, അപ്പോൾ 2 ലക്ഷം രൂപ ബാക്കിയുണ്ടല്ലോ. ഒരേ അസുഖത്തിനാണ് പക്ഷേ വീണ്ടും ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഫില്ല് ചെയ്യില്ല എന്ന രീതിയിലുള്ളത് കാണാറുണ്ട്. ഇനി ഏത് അസുഖമാണെങ്കിലും ഒരേ അസുഖമാണെങ്കിലും റീസ്റ്റോർ ചെയ്യും എന്ന ബെനിഫിറ്റ് ഉള്ളത് കാണാറുണ്ട്. ഈ രണ്ടാമത്തതാണ് ഏറ്റവും നല്ലത്. പാർഷ്യലായിട്ടുള്ളതും ഏത് അസുഖത്തിന് എത്ര തവണ അഡ്മിറ്റ് ആയാലും വീണ്ടും വീണ്ടും റീസ്റ്റോർ ചെയ്യുന്ന ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പ്ലാനാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത്. ഇനി റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പ്ലാൻ നോക്കുന്ന സമയത്ത് പ്രീമിയം കുറച്ച് കൂടുതലാണെന്ന് കാണുകയാണെങ്കിലോ തീർച്ചയായിട്ടും കുറച്ച് കൂടിയാലും അത് എടുത്തു വെക്കുന്നതാണ് നമുക്ക് ഉപകാരപ്പെടുക. കാരണം ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ഇനി അത്രയും പണം നമ്മുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിൽ നമ്മൾ പണം ആവുന്നവരെ വെയിറ്റ് ചെയ്യണോ? ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ തൽക്കാലം ഒരു ബേസിക് ഫീച്ചറുള്ള പ്ലാനെങ്കിലും എടുത്തു വെക്കുക. ഒന്നുമില്ലാത്തതിലും നല്ലതാണ് ഏതെങ്കിലും ഒരു പ്ലാൻ ഉള്ളത്. അടുത്തതാണ് സബ് ലിമിറ്റ്. നമ്മൾ മികച്ചൊരു പ്ലാൻ കണ്ടെത്താൻ വേണ്ടി പോവല്ലേ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് ഇത്ര രൂപ വരെ ഞങ്ങൾ കവർ ചെയ്യൂ എന്ന് പറയുന്നതിനെയാണ് സബ് ലിമിറ്റ് എന്ന് പറയുക. 10 ലക്ഷത്തിൻ്റെ കവറേജ് ഉള്ള ഒരു പോളിസി നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ വില കുറഞ്ഞത് നോക്കി എടുത്തു വെച്ചതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും കിഡ്നി സംബന്ധമായ അസുഖമാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ ഞങ്ങൾ കവർ ചെയ്യൂ. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ കവറേജ് ഉള്ളത് കൊണ്ട് നമുക്ക് 5 ലക്ഷം ബില്ല് വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം കമ്പനി കവർ ചെയ്യുമോ? ഇല്ല. കമ്പനി പറഞ്ഞിട്ടുണ്ട് വൃക്ക സംബന്ധമായ അസുഖങ്ങളാണെങ്കിൽ ഞങ്ങൾ 2 ലക്ഷം രൂപ വരെ മാത്രമേ കവർ ചെയ്യൂ. അപ്പോൾ കുറഞ്ഞ പ്രീമിയം നോക്കി എടുക്കുന്നത് നല്ലതാണോ? ഒരിക്കലുമല്ല. സബ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പ്രധാനപ്പെട്ട അസുഖങ്ങൾക്കൊന്നും സബ് ലിമിറ്റ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ 1 കോടിയുടെ പ്ലാൻ ആണെങ്കിലും പ്രത്യേകിച്ച് കാര്യമല്ല. കാരണം ഓരോ അസുഖങ്ങൾക്കും സബ് ലിമിറ്റ് ഉണ്ടാവും. 10-20 ലക്ഷം രൂപ ബില്ല് വരുന്ന സമയത്തായിരിക്കും സബ് ലിമിറ്റ് ഉണ്ടോ എന്ന കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ കോംപ്ലിക്കേഷൻ ആണോ? കോംപ്ലിക്കേഷനൊന്നുമല്ല. ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റിലെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കോൾ ബാക്ക് ഓപ്ഷൻ ഉണ്ട്. പല സമയത്തും മലയാളത്തിൽ തന്നെ നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഈ സമയത്ത് ഇന്ന പോളിസിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിലേതെല്ലാം അസുഖങ്ങൾക്ക് സബ് ലിമിറ്റ് ഉണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം പോളിസി ഡോക്യുമെൻറ്റ് നമുക്ക് തരും. അത് നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ വായിക്കാൻ അറിയുന്ന മറ്റൊരാളെ കൊണ്ട് വായിപ്പിച്ച് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തതാണ് റൂം റെൻറ്റ് ലിമിറ്റ്. റൂം റെൻറ്റ് ലിമിറ്റിനെ കുറിച്ച് പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇതില്ലാത്ത പോളിസിയാണ് ഏറ്റവും നല്ലത്. പല ആശുപത്രികളിലും നമ്മൾ പോവുകയാണെങ്കിൽ റിസോർട്ടിലും അധികമാണ് അവിടുത്തെ ചാർജസ്. 8500 രൂപയൊക്കെ പെർ ഡേ ഹോസ്പിറ്റൽ റെൻറ്റ് മേടിക്കുന്ന ആശുപത്രികളിൽ എനിക്ക് നിൽക്കാനുള്ള ഹതഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ പറ്റിയത്? എൻ്റെ പോളിസിയിൽ റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എത്ര രൂപയുടെ റൂം എടുത്താലും എൻ്റെ കയ്യിൽ നിന്ന് പണം പോകുന്നതല്ല. അപ്പം ഞാൻ അവിടെയുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള റൂം തന്നെ എടുത്തു, AC ഉള്ള റൂം എടുത്തു. ആശുപത്രിയിൽ അസുഖമായിട്ടാണ് പോകുന്നത് എങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള റൂമിൽ നമുക്ക് താമസിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിൽ റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്ത റൂം എടുക്കുക. ഇനി റൂം റെൻറ്റ് ലിമിറ്റ് 1% ആണെങ്കിലും 2% ആണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആനുപാതികമായിട്ട് മറ്റ് ചികിത്സകളിലും, പ്രധാനപ്പെട്ട എല്ലാ ചികിത്സകളിലും
ഈ ചാർജസ് വരുന്നതാണ്. 5000 രൂപയാണ് റൂം റെൻറ്റ് ലിമിറ്റ്. ഞാൻ 10,000-ൻ്റെ റൂം എടുത്തു കഴിഞ്ഞാൽ 50% കൂടുതലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ ചികിത്സയും 50% കൂടിയെന്ന് ഇൻഷുറൻസ് കമ്പനി കണക്കാക്കും. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ ബില്ല് വന്നാൽ 10 ലക്ഷം കവറേജ് ഉണ്ടെങ്കിൽ പോലും 5 ലക്ഷമേ അവർ തരുള്ളൂ, 5 ലക്ഷം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഏറ്റവും നല്ലതും നിർബന്ധമായിട്ട് നോക്കേണ്ടതും റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്ത ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് തന്നെ എടുക്കുക. വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വർഷാവർഷവും ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. റൂം റെൻറ്റ് ചാർജസ് ആശുപത്രികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 5000 രൂപേൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പക്ഷേ വാർഡ് പോലും കിട്ടാത്ത അവസ്ഥ വരും. ഇനി ചീപ്പായിട്ട് അല്ലെങ്കിൽ വില കുറഞ്ഞുള്ള ഏതെങ്കിലും പോളിസി എനിക്ക് മതി, എനിക്ക് അത്ര വരുമാനമേ ഉള്ളൂ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഷെയർഡ് വാർഡ് ഓപ്ഷൻ അല്ലാണ്ട് അതിനൊക്കെ പണം വളരെ കുറയുന്നതാണ്. പക്ഷേ നമ്മൾ വാർഡിൽ താമസിക്കേണ്ടി വരും. പക്ഷേ ഇവിടെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് ഷെയർഡ് വാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ ഫെസിലിറ്റിയൊക്കെ ഉണ്ടാവും, നല്ല വാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആശുപത്രിയിൽ ഏറ്റവും മികച്ച ഡോക്ടേഴ്സിൻ്റെ ചികിത്സയോടെ തന്നെ നമുക്ക് വാർഡിൽ താമസിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പണം കുറവാണെങ്കിൽ ഇത്തരം ഫീച്ചറുകൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഓരോ പ്ലാനും എടുത്ത് വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അവസാന ഭാഗം ഈ വെബ്സൈറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ഓപ്ഷൻ കാണാം. അതിൽ ഓരോ കാര്യവും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ കാണിക്കുന്നതാണ്. അതിൽ നിന്ന് വേണമെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഓരോ പ്ലാനും 51ഓളം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൻ്റെ പ്ലാനും നമ്മൾ വായിച്ച് നോക്കേണ്ട, ഫിൽറ്റർ ഓപ്ഷൻ ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള അവസരമുണ്ട്. അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് വെയിറ്റിംഗ് പീരീഡാണ്. ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുകയാണ്. ഞാനൊരു 10,000-20,000 രൂപ കൊടുത്തിട്ടായിരിക്കാം എടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത വർഷം തന്നെ എനിക്കൊരു സർജറിയുടെ ആവശ്യം വരികയാണ്. ഹെർണിയയുമായി ബന്ധപ്പെട്ടതാവാം. പക്ഷേ ഞാൻ ക്ലെയിം ചെയ്യാൻ പോയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഹെർണിയയുമായി ബന്ധപ്പെട്ട ഒരു സർജറി ആയതുകൊണ്ട് തന്നെ ഇതിന് 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ പണം തിരിച്ചു കിട്ടില്ല. കാരണം 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇത് കവർ ചെയ്യൂ എന്ന് ഇൻഷുറൻസ് കമ്പനി ആദ്യമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ഒപ്പിട്ട് മേടിച്ചിട്ടുമുണ്ട്. പിന്നെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യമല്ല, ഇൻഷുറൻസ് കമ്പനി നമ്മളെ പറ്റിക്കുന്നതല്ല, ഈ പ്ലാൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. ഓരോ അസുഖങ്ങൾക്കും എന്തെല്ലാം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് ആദ്യമേ അസുഖമുള്ള ആളാണെന്ന് വിചാരിക്കാം, ഷുഗർ ആയിരിക്കാം, ചിലപ്പോൾ കൊളസ്ട്രോൾ ആയിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾക്ക് ഇത്ര കാലം കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾ കവർ ചെയ്യൂ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് മനസ്സിലാക്കി വേണം നമ്മൾ പോളിസി എടുക്കാൻ. ചില ആളുകൾക്ക് സർജറി ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് 6 മാസത്തിനുള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ചെയ്താൽ മതി എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഓടിച്ചെന്ന് പോളിസി എടുത്ത് ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് കമ്പനി തകരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള ധാരാളം ആളുകൾ ക്ലെയിം ഒന്നും ചെയ്യാതെ ഏതെങ്കിലും വലിയ അസുഖങ്ങൾ വരികയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി എടുത്തു വെച്ചിട്ടുണ്ടാവും അല്ലേ, പോളിസിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും മണ്ടന്മാരാണോ? കുറച്ച് പേർക്ക് എളുപ്പത്തിൽ കമ്പനിയെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ലേ? അപ്പോൾ ഇത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇൻഷുറൻസ് കമ്പനിയുടെ നിലനിൽപ്പിനും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്നതിന് മുന്നേ തന്നെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്കും കുടുംബത്തിനും പിന്നീടൊരു അസുഖം വരുന്ന സമയമാവുമ്പോഴേക്കും വെയിറ്റിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ്, ആക്സിഡൻ്റ് അല്ലാത്ത എന്തെങ്കിലും പനി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ വരികയാണെങ്കിൽ അതിനെല്ലാം ഒരു 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. കാരണം അഡ്മിഷൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പനിയാവും പറയാലോ, ഏതാണ്ട് അഡ്മിറ്റ് ആവാൻ പോവുകയാണ്, അപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കാം. എന്നിട്ട് ഒരു ആശുപത്രിയിൽ പോയി 10,000-50,000 ബില്ലാക്കി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് 30 ദിവസം ഉണ്ടാവും. ഇനി അത് കൂടാതെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാവും. ഷുഗർ ആയിരിക്കാം, കൊളസ്ട്രോൾ ആയിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്കിത് ബാധകമല്ല. അതായത് വെയിറ്റിംഗ് പീരീഡ് പോലും ബാധകമല്ല. കാരണം കമ്പനിയെ പറ്റിച്ചാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് അസുഖമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മൾ പറയുക. അങ്ങനെ പറയുകയാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് കഴിയുമ്പോൾ ആ അസുഖവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ചികിത്സ കിട്ടുന്നതാണ്. പറഞ്ഞില്ലെങ്കിൽ ആ അസുഖവുമായി ബന്ധപ്പെട്ട മറ്റ് ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ചികിത്സ കിട്ടാതെ വരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഡയബറ്റിക്സ് അല്ലെങ്കിൽ BP പോലുള്ള അസുഖങ്ങൾക്ക് റൈഡറുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എക്സ്ട്രാ ഫീച്ചറുകൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കുന്ന രീതിയിൽ. 3 വർഷമായിരിക്കാം ഒരു പക്ഷേ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുക. പക്ഷേ കുറച്ച് പ്രീമിയം അധികം കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷമാക്കിയിട്ടോ 2 വർഷമാക്കിയിട്ടോ ഒക്കെ അതിനെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഫീച്ചറുകൾ ഉണ്ടാവാറുണ്ട്. കൃത്യമായിട്ട് ഈ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കണോ എന്ന കാര്യം ചോദിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പുറത്ത് റിസ്ക് കൂടുകയാണ്. അതുകൊണ്ട് പ്രീമിയത്തിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഒന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. പണമുണ്ടെങ്കിൽ
ഏറ്റവും നല്ല ഫീച്ചറുള്ള ഏറ്റവും കുറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് തന്നെ എടുത്തു വെക്കുന്നതാണ് നല്ല കാര്യം. ഇനി ഒരു കുടുംബത്തിന് വേണ്ടി പോളിസി എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പോളിസി എടുക്കുന്ന സമയത്ത്, ഇനി ഗർഭിണികളാണെങ്കിലും നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് മെറ്റേണിറ്റി കവറേജ് ഉണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തിയാൽ നമുക്ക് വലിയ ലാഭമാണ്. ചില കമ്പനികളൊക്കെ 3 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ചു കഴിഞ്ഞാൽ 50,000 രൂപയുടെ ഫിക്സഡ് ബെനിഫിറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അതും വെറും 3 മാസം വെയിറ്റിംഗ് പീരീഡ് ഉള്ള. സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 വർഷവും 2 വർഷമൊക്കെയാണ് മെറ്റേണിറ്റി പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള കവറേജ് കിട്ടുക. അതേസമയം 3 മാസം മാത്രം വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 6 മാസം വരെ ഗർഭിണിയായവർക്ക് പോലും ഈ പോളിസിയിൽ ചേരാൻ വേണ്ടി പറ്റുന്നുള്ളത് മാത്രമല്ല 50,000 രൂപയുടെ പ്രഗ്നൻസി ചെലവുകളും കമ്പനി വഹിക്കുന്നതാണ്. ഈ 3 വർഷത്തെ ഒന്നിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50,000 രൂപയ്ക്ക് അടുത്തോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതലോ ഒക്കെ പ്രീമിയം ആവാറുണ്ട്. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും ഒക്കെ കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. 50,000 രൂപ ആശുപത്രിയിൽ കൊടുക്കുന്നതിന് പകരം 50,000 രൂപയോളം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുത്താലും 3 വർഷത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് നമുക്കും ഫാമിലിക്കും ഏതാണ്ട് സൗജന്യമായിട്ട് കിട്ടിയില്ലേ? ഇതാണ് നമുക്ക് വലിയ ലാഭമായിട്ട് മാറുന്നത്. ഇനി അവസാന നിമിഷത്തേക്ക്, അതായത് 5-ാമത്തെ മാസവും 6-ാമത്തെ മാസവും ഒന്നും ദയവായിട്ട് ഇൻഷുറൻസ് എടുക്കാതിരിക്കുക. അങ്ങനെ എടുത്താൽ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഞാൻ ഈ കൊടുത്ത ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് 3 മാസം വെയിറ്റിംഗ് പീരീഡുള്ള പ്ലാനുകൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ധാരാളം പോളിസികളൊക്കെ സെല്ല് ചെയ്യുന്ന സ്ഥലത്തേക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള ചില പോളിസികൾ ചില കമ്പനികൾ കൊടുക്കാറുണ്ട്. അത്തരത്തിൽ കണ്ടതാണ്. പക്ഷേ കുട്ടി കുറച്ച് നേരത്തെ ഉണ്ടാവുകയാണെങ്കിലോ 3 മാസം വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് കിട്ടാതെ വരില്ലേ? അതുകൊണ്ട് അവസാന നിമിഷത്തേക്ക് പോയി എടുക്കാതിരിക്കുക. ഒരു 2-3 വർഷം മുന്നേ തന്നെ മെറ്റേണിറ്റി കവറേജ് ഉള്ളതും കുട്ടിക്ക് ഡേ 1 കവറേജ് ഉള്ളതും നമ്മൾ എടുത്തു വെക്കുക. കുട്ടിക്ക് എന്തിനാണ് ഡേ 1 കവറേജ്? കുട്ടി ജനിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ കുട്ടി ജനിച്ചാലോ കുട്ടിയെ NICUവിലൊക്കെ പാർപ്പിക്കേണ്ടി വരും അല്ലേ? ഒരു 4 മാസം 5 മാസത്തിലൊക്കെ ജനിക്കുന്ന കുട്ടികളുണ്ട്. ഇത്തരം കുട്ടികൾക്ക് ചിലവ് വരുന്നത് 30 ലക്ഷവും 40 ലക്ഷമൊക്കെയാണ്. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് അറിയുന്ന കേസസ് ഉണ്ടാവും, എനിക്കറിയുന്ന കേസസും ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ തുക എന്ന് പറഞ്ഞാൽ കുട്ടീനെ ഒഴിവാക്കാൻ ഏതെങ്കിലും മാതാപിതാക്കൾ തയ്യാറാവുമോ? കുറവല്ലേ, സാധ്യത കുറവല്ലേ? അപ്പോൾ ഉള്ളതെല്ലാം വെറ്റി വെറുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ കുട്ടിക്ക് 1-ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടണമെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ എടുക്കണം. ഒരു 9 മാസം മുന്നേ എങ്കിലും മിനിമം നമ്മൾ പദ്ധതിയിൽ ചേർന്നാൽ മാത്രമേ കുട്ടിക്ക് ഡേ 1 കവറേജ് ഒക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോ പ്രസവവും എൻ്റെ അഭിപ്രായത്തിൽ 50 ലക്ഷം രൂപയുടെ റിസ്ക്കാണ്. 50 ലക്ഷം രൂപയുടെ റിസ്ക് എടുത്ത് നമ്മൾ അതിനുവേണ്ടി നിൽക്കണോ? അതിന് മുൻകൂട്ടി ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ കുട്ടിയെ കവർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നല്ലതല്ലേ? ഇനി അതുകൂടാതെ കുട്ടി സാധാരണ രീതിയിൽ തന്നെയാണ് ജനിക്കുന്നതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സ്കാനിങ്ങിൽ കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നം ആ കുട്ടിക്കുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചെലവുകൾ ഇൻഷുറൻസ് കമ്പനികൾ വഹിക്കുന്നതല്ല. കാരണം മിക്ക ഇൻഷുറൻസുകളിലും 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും കുട്ടിയെ ചേർക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ ആ കുട്ടിയെ ചേർത്താൻ കമ്പനി തയ്യാറാവാതാവും. ഇനി ആ കുട്ടിയെ ചേർത്തുകയാണെങ്കിൽ തന്നെ വലിയ പ്രീമിയം ആയിരിക്കും ചോദിക്കുക. എന്നാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ, അതായത് ആ കുട്ടി ഉണ്ടായിട്ടില്ല അതിന് മുന്നേ തന്നെ ആ കുട്ടിയുടെ ഇൻഷുറൻസ് കവറേജ് നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഒരു പ്രശ്നവും ആർക്കും വരാതിരിക്കട്ടെ, റിസ്ക്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇൻഷുറൻസുകൾ. നമുക്ക് ഒരിക്കലും അത് ഉപകാരപ്പെടാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കി തീർക്കുന്നത്. ചെറിയൊരു പണം മാറ്റി വെക്കുക. 300-400 രൂപ മാറ്റി വെച്ചാൽ 1 കോടിയുടെ കവറേജ് വരെ കിട്ടുന്ന പ്ലാനുകൾ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ചുകൂടെ പണം, ഒരു 20 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഒരു 12,000 രൂപയുടെ പ്ലാൻ, ഒരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ മിനിമം ഒരു 30,000 രൂപയുടെ ഒരു പ്ലാൻ, ആ രീതിയിൽ എടുത്തു വെക്കുകയാണെങ്കിൽ സാമാന്യം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന മികച്ചൊരു പ്ലാൻ തന്നെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ കവർ ചെയ്യുന്നുണ്ടോ എന്നാണ്. മിനിമം ഒരു 60 ദിവസം പ്രീയും 60 ദിവസം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും കവർ ചെയ്താൽ നല്ലതാണ്. കാരണം ആശുപത്രിയിൽ മാത്രമല്ല ചിലവുകൾ ഉണ്ടാവുക, ഇതേ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റ് ചിലവുകൾ കൂടെ കവർ ചെയ്താൽ ആശുപത്രിയിൽ ഒരുപക്ഷെ ചിലവാകുന്നത് ചെറിയ സംഖ്യ ആയിരിക്കാം. അതിനുശേഷം വരുന്ന ഇതേ അസുഖവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾക്കെല്ലാം ചെലവുകൾ കമ്പനി വഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പണം ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിടപ്പ് രോഗികളായി പോകുന്ന ആളുകളുണ്ട്, മാതാപിതാക്കളൊക്കെ പ്രായമാവുന്ന സമയത്ത്. അവർക്കൊരു പക്ഷേ ആശുപത്രി അഡ്മിഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അവരെ വീട്ടിൽ നിന്ന് നോക്കിയാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊരു സാഹചര്യം വരുന്ന സമയത്ത് ഡൊമിസിലറി കെയർ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. അതായത് പ്രായമനുസരിച്ച് മികച്ച പോളിസികൾ മാറുമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ചെറുപ്പക്കാരാണെങ്കിൽ ഇങ്ങനെയൊരു പോളിസി ക്ലോസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് പ്രായം കൂടി വരുന്ന സമയത്ത് ഇതുകൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. കാരണം കൂടുതൽ പണം ഒരുപക്ഷെ ചിലവാവുക ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഈ ഗ്ലൂക്കോസ് എല്ലാം കയറ്റി ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ചിലവുകൾ വരിക. ഇതുകൂടെ കമ്പനി കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതല്ലേ? പ്രീമിയം ഒരുപക്ഷെ അല്പം കൂടിയേക്കാം, എങ്കിൽ പോലും നമുക്ക് ഒരുപാട് പണം ലാഭിച്ച് നൽകാൻ ഈ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്.
നമുക്കപ്പോൾ നമ്മുടെ ഒരു പോളിസിയിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലായി, പ്രധാനപ്പെട്ട ടേമുകളെല്ലാം മനസ്സിലായി. ഇതെല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ നല്ലൊരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി കണ്ടെത്തി പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ടോപ്പപ്പ് വേണോ, സൂപ്പർ ടോപ്പപ്പ് വേണോ എന്ന് ചോദിക്കുന്നതാണ്. അതായത് 10 ലക്ഷത്തിൻ്റെ കവറേജുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ എടുത്തത്. ചെറിയൊരു ചാർജ് അധികം കൊടുക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ കവറേജിൻ്റെ കൂടെ ടോപ്പപ്പായിട്ട് ഒരു 20 ലക്ഷത്തിൻ്റെ കവറേജ് കൂടെ ആഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ടാവും. ഈ ടോപ്പപ്പിന് ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തു, 8 ലക്ഷം രൂപയാണ് ആശുപത്രിയിൽ നമുക്ക് ചിലവാകുന്നത്, ബാക്കി 2 ലക്ഷം രൂപയാണുള്ളത്. നമ്മൾ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഇല്ലാത്തൊരു പോളിസിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് ബാക്കിയുണ്ട്. അടുത്തൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണ്, അവിടെ നമുക്ക് ഒരു 3 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ 2 ലക്ഷം രൂപ ഇൻഷുറൻസിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി അത് വഹിക്കുന്നതാണ്. ബാക്കി 1 ലക്ഷം രൂപ നമ്മൾ വിചാരിക്കുന്നത് ഈ ടോപ്പപ്പ് പോളിസി ഉണ്ടല്ലോ 20 ലക്ഷത്തിൻ്റെ, അതുവഴി കവർ ചെയ്യുന്നതാണ്. എന്നാൽ ടോപ്പപ്പ് പോളിസികളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഡിഡക്റ്റബിൾ 5 ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ 4 ലക്ഷം രൂപയാണെന്ന കാര്യം. അതായത് 5 ലക്ഷം രൂപയിൽ കൂടുതൽ ബില്ല് വരുന്ന നിങ്ങളുടെ സാധാരണ ഇൻഷുറൻസ് കവർ ചെയ്യാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള തുകയ്ക്കാണ് ഞങ്ങൾ കവർ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ രണ്ടാമത് നമുക്ക് വന്ന ബില്ല് വെറും 3 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയിലധികമോ 5 ലക്ഷം രൂപയിലധികമോ ആണെങ്കിൽ മാത്രമേ ഈ ടോപ്പപ്പ് പോളിസികൾ കവർ ചെയ്യൂ. അപ്പോൾ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്നതാണ്. ഇതിനൊരു പരിഹാരമായിട്ട് ഇപ്പോൾ സൂപ്പർ ടോപ്പപ്പ് പോളിസികളുണ്ട്. അത് ടോപ്പപ്പ് പോളിസികളെക്കാളും കുറച്ചുകൂടെ പണം അധികം കൊടുക്കേണ്ടി വരും. എങ്കിൽ പോലും മുകളിൽ സംഭവിച്ച ഒരു പ്രശ്നം വരുന്നില്ല. കാരണം മുകളിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഹോസ്പിറ്റൽ കേസിന് 8 ലക്ഷം രൂപ ചിലവായി, രണ്ടാമത്തെ ഹോസ്പിറ്റൽ കേസിന് 3 ലക്ഷം രൂപ ചിലവായി, ആകെ ചിലവായ 11 ലക്ഷം രൂപയില്ലേ, ഇതിനെയാണ് ആകെ ബില്ലായിട്ട് കണക്കാക്കുക. അതായത് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള 5 ലക്ഷം രൂപയിലധികം തന്നെ ഇവർക്ക് ചിലവായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത് ചിലവായ 2 ലക്ഷം രൂപയുടെ പുറത്തുള്ള 1 ലക്ഷം രൂപ കൂടെ ഈ സൂപ്പർ ടോപ്പപ്പ് പോളിസികൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ടോപ്പപ്പ് പോളിസികളെക്കാളും ഏറ്റവും നല്ലത് സൂപ്പർ ടോപ്പപ്പ് പോളിസികൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ടോപ്പപ്പും വേണ്ട സൂപ്പർ ടോപ്പപ്പും വേണ്ട, കാരണം നമ്മൾ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസികളാണ് എടുക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറേ അധികം സംഖ്യയൊക്കെ കവർ ചെയ്യാൻ ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസികൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ളത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എടുത്തിട്ടില്ല എങ്കിൽ ടോപ്പപ്പ് എടുക്കേണ്ട, സൂപ്പർ ടോപ്പപ്പാണ് എടുക്കേണ്ടത്. ഇനി അത്തരത്തിലുള്ള പോളിസികൾ എക്സ്പെൻസീവായിട്ട് തോന്നുകയാണെങ്കിൽ, വില കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ മാത്രം ടോപ്പപ്പിലേക്ക് പോകേണ്ട, സൂപ്പർ ടോപ്പപ്പ് മാത്രം എടുത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പോളിസിയിൽ ഡേ കെയർ ഫീച്ചർ ഉണ്ടോ എന്ന കാര്യമാണ്. ഈ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ചികിത്സകളെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണല്ലേ. ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സകളായതുകൊണ്ട് തന്നെ പല സർജറികളും അഡ്മിഷൻ വേണ്ടാതെ നടത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഹെർണിയയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അപ്പൻഡസൈറ്റിസുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ, ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ അഡ്മിഷൻ വേണ്ട, ഒരു 2, 3, 4 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ ആളെ വിടുന്നതാണ്. ഈ സമയത്ത് നമുക്ക് അഡ്മിഷൻ സംഭവിച്ചോ? അഡ്മിഷൻ ആയിട്ടില്ല. അഡ്മിഷൻ ആവുന്ന സമയത്തല്ലേ ഇൻഷുറൻസിൽ കവറേജ് ഉണ്ടാവുക, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പോളിസി ഡോക്യുമെൻറ്റുകളിൽ. അത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ ഡേ കെയർ ഇല്ല എങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് പണം കിട്ടുന്നതല്ല. പക്ഷേ നമ്മൾ വലിയൊരു സർജറിയാണ് നടത്തിയിട്ടുള്ളത്, ലക്ഷങ്ങളുടെ ചിലവ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഡേ കെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഇൻഷുറൻസ് കമ്പനിയെ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഒരു പണം പോലും കൊടുക്കാതെ പൂർണ്ണമായിട്ട് ഇൻഷുറൻസ് കമ്പനി പണം വഹിക്കുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് 1 രൂപ പോലും കൊടുക്കേണ്ടാത്ത അവസ്ഥ വരുമോ എന്ന് ചോദിക്കുക അല്ലേ. 1 രൂപ പോലും കൊടുക്കേണ്ടാത്ത അവസ്ഥ വരുന്ന കേസസ് ഉണ്ട്. ഇനി കുറച്ച് പണം, പലപ്പോഴും 10 മുതൽ 15% വരെ, അതായത് 2 ലക്ഷത്തിൻ്റെ ബില്ലാണെങ്കിൽ 30,000 രൂപ വരെ കയ്യിൽ നിന്ന് പോകുന്ന കേസസും വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെയാണ് കൺസ്യൂമബിൾസ് കവേർഡ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മളൊരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഡോക്ടറിൻ്റെ ഗ്ലൗസസ് ഉണ്ടാവും അല്ലേ, സിറിഞ്ച് ഉണ്ടാവും, നീഡിൽസ് ഉണ്ടാവും, പഞ്ഞി ഉണ്ടാവും, ഡോക്ടർ ഇടുന്ന ഡ്രസ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിംഗിൾ യൂസ് ആണ്, ഒറ്റത്തവണ മാത്രമാണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ കവർ ചെയ്യില്ല എന്ന് ഇൻഷുറൻസ് കമ്പനി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 1 ലക്ഷം രൂപയുടെ സർജറി വരികയാണെങ്കിൽ ഒരു 10-15,000 രൂപയെങ്കിലും ഇതുപോലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, മരുന്നുകൾ പോലുള്ള ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കാം ചിലവഴിക്കുന്നത്. ഈ സമയത്ത് നമുക്കെല്ലാം 10 ലക്ഷത്തിൻ്റെ പോളിസി ഉണ്ട് നമ്മുടെ കയ്യിൽ, 1 ലക്ഷത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ സമയത്തും നമ്മുടെ കയ്യിൽ നിന്ന് 15,000 രൂപ പോകുന്ന സമയത്താണ് ആളുകൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി അതും ഇതും പറഞ്ഞ് ഞഞ്ഞാ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 10-20,000 രൂപ കൂടെ മേടിച്ചെടുത്തു. ശരിക്കും ഇൻഷുറൻസ് കമ്പനി ഞഞ്ഞാ പറഞ്ഞാണോ? ഒരിക്കലും അല്ല. കൺസ്യൂമബിൾസ് കവേർഡ് അല്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കൺസ്യൂമബിൾസ് എന്താണ് എന്ന് ഈ പോളിസി എടുത്തയാൾക്കും അറിയില്ല, അത് കൊടുത്തയാൾക്ക് അത് പറഞ്ഞു കൊടുക്കണമെന്ന കാര്യവും അറിയില്ല. ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കൺസ്യൂമബിൾസ് എല്ലാം കവേർഡായ പോളിസി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ കൺസ്യൂമബിൾസും ഒരു പക്ഷേ കവേർഡ് ആയിരിക്കില്ല, എങ്കിൽ പോലും പ്രധാനപ്പെട്ടതെല്ലാം ഒരു 90% കവറേജ് കിട്ടുന്നത് പോലുള്ള
പോളിസികൾ എടുത്തു വെക്കുക. കൺസ്യൂമബിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 15% എന്നൊക്കെ പറയുന്നത് വലിയ ബില്ലൊക്കെ ആണെങ്കിൽ 8 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ബില്ലൊക്കെ ആണെങ്കിൽ 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇതുകൂടെ ശ്രദ്ധിച്ച് വേണം, ഇതുള്ളത് തന്നെ വേണം നിർബന്ധമായിട്ട് നമ്മൾ എടുത്തു വെക്കാൻ. നമ്മളെന്തായാലും നമുക്ക് വേണ്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു. എല്ലാവർക്കും ഒരേ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കില്ല നല്ലത് എന്ന കാര്യം മനസ്സിലാക്കി. നമുക്ക് വേണ്ട മികച്ച ഇൻഷുറൻസിൽ ഉണ്ടായിരിക്കേണ്ട ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്ത് വീണ്ടും കമ്പയർ ചെയ്ത് കൃത്യമായിട്ട് വായിച്ച് നോക്കി. ഇനി അതുമല്ലെങ്കിൽ കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്ത് ഒരു മികച്ച പോളിസി കണ്ടെത്തി ഒരു പോളിസി എടുത്തു. അത് EMI-ലും എടുക്കാം, വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്രായമായ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കണം. അത് 15 ലക്ഷമോ 20 ലക്ഷമോ മിനിമം കവറേജ് ഉള്ള പ്ലാനുകളായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അത്രയും പണം നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കുറഞ്ഞതായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക. നമുക്ക് മാത്രം പോരാ, നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് പണം പോയേക്കാം എന്ന് തോന്നുന്ന, അതായത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി, ഇവരെല്ലാം കവർ ചെയ്യണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം ചെയ്ത് നമ്മളൊരു നല്ല ഇൻഷുറൻസ് പോളിസി എടുത്തു. ഇനി ക്ലെയിം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും സംശയം വന്നാൽ എന്ത് ചെയ്യും? കാരണം നമ്മൾ 25% വരെ ഓൺലൈൻ ഡിസ്കൗണ്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ കമ്പനികൾക്ക് ഇതിനു വേണ്ടി ഓഫീസ് റൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അതിൻ്റെ കറണ്ട് ബില്ല് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അവിടെ സ്റ്റാഫ്സിന് ഇരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറഞ്ഞ പ്രീമിയത്തിന് മികച്ച കമ്പനിയുടെ ഓഫ്ലൈനിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതേ പ്ലാൻ തന്നെ ഓൺലൈനിൽ എടുക്കാനും വേണ്ടി പറ്റിയിട്ടുള്ളത്. എന്നാൽ ക്ലെയിം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷുറൻസുകൾ ക്ലെയിം ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം, ഇവിടെ പ്രത്യേകിച്ച് ഏജൻറ്റിനോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയേറ്ററിക്കോ റോളൊന്നുമില്ല. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ആശുപത്രികളാണ് സംസാരിക്കുക. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഇൻഷുറൻസ് കാർഡ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, നമ്മുടെ പാൻ കാർഡ്, നമ്മുടെ ആധാർ കാർഡ് തുടങ്ങിയവയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് തന്നെ ക്ലെയിം കിട്ടാൻ മതി. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രികളിലെ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കുകൾ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ എടുത്തത് അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും, അതിൽ വിളിച്ച് നമുക്ക് സഹായം തേടാം. ഇനി അതും അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ 24/7 30 മിനിറ്റ് ക്ലെയിം സപ്പോർട്ടും നമുക്ക് ലഭ്യമാവുന്നതാണ്. അതുകൊണ്ട് ക്ലെയിമിൻ്റെ ആവശ്യം വന്നാൽ 3 തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് തേടാവുന്നതാണ്. ഇനി ആരുടെ സഹായം ഉണ്ടെങ്കിലും നമുക്ക് പോളിസി ഡോക്യുമെൻറ്റ് ഇതുവഴി എടുത്താലും നമ്മുടെ വീട്ടിലേക്ക് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അയച്ചു കിട്ടുന്നതാണ്. ഈ പോളിസി ഡോക്യുമെൻറ്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഏതെല്ലാം കാര്യങ്ങൾക്ക് ക്ലെയിം കിട്ടും കിട്ടില്ല എന്ന കാര്യം മുൻകൂട്ടി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. നമുക്ക് മാത്രം മനസ്സിലായാൽ പോരാ, നമ്മുടെ ജീവിത പങ്കാളിക്കും നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും ഈ പോളിസിയിലെ വ്യവസ്ഥകൾ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കുക. കാരണം നമുക്കാണ് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നെങ്കിലോ ഇവരല്ലേ ക്ലെയിം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. കാര്യം എന്താണെങ്കിലും ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരുപാട് ചിലവുകളുണ്ടല്ലേ, അത് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അലാമിംഗ് റേറ്റിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ആരോഗ്യ മേഖലയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 14% വന്ന സമയങ്ങളുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വരുമാനം കൊണ്ടോ നമ്മുടെ ബാങ്കിലുള്ള വലിയ പണം കൊണ്ടോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടോ ഇതിനെ കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി ഇതിനെ കവർ ചെയ്യാൻ പറ്റിയാൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ലേ, ചെറിയൊരു പണം മാറ്റിവെച്ച് ആ പണത്തെ സുരക്ഷിതമാക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് വേണോ വേണ്ടയോ എന്നൊരു ചോദ്യമല്ല, മികച്ച കമ്പനി എങ്ങനെയാണ്, മികച്ച പ്ലാൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് ഇന്ന് പഠിക്കുകയും ചെയ്തു. ഇനി നാളത്തേക്ക് വെക്കരുത്, ഇന്ന് തന്നെ ഒരു മികച്ച പ്ലാൻ എടുക്കുകയും വേണം, നമുക്കും വേണം, നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും വേണം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പഴയ ടാക്സ് റെജീമിലാണ് നമ്മൾ നികുതി ഫയൽ ചെയ്യുന്നതെങ്കിൽ 80D പ്രകാരം നമുക്ക് 75,000 രൂപയുടെ വരെ ടാക്സ് ബെനിഫിറ്റ് കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഞാൻ കൊടുത്ത ലിങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 25% വരെ ഓൺലൈൻ ഡിസ്കൗണ്ട് കാണാം. അതുകൂടാതെ പ്രവാസികൾക്ക് 18% GSTയും കൊടുക്കേണ്ടതില്ല. പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത് നാട്ടിലെ സേവിങ്സ് അക്കൗണ്ടുകൾ വഴി നിങ്ങൾ ഈ പണം പേ ചെയ്യാതിരിക്കുക. അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ വെക്കുന്നത് പോലും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് NRE അക്കൗണ്ടുകൾ വഴി മാത്രം പണം സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോളിസി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ 18% GST നമുക്ക് തിരിച്ചു തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഏതൊരാൾക്കും സ്വന്തം തന്നെ എടുത്തു വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. അതിന് വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. ഇനി പിന്നെയും സംശയങ്ങൾ വരികയാണെങ്കിൽ കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.